2012 സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര അഭിനയ രംഗത്തേക്ക് എത്തിയ താരമാണ് ടൊവിനോ തോമസ്. 2015 പുറത്തിറങ്ങിയ എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലൂടെയാണ് ടൊവിനോ കൂടുതൽ ജനപ്രീതി നേടുന്നത്. തുടർന്ന് അങ്ങോട്ട് പുറത്തിറങ്ങിയ ടൊവിനോ ചിത്രങ്ങളെല്ലാം ഏറെ ശ്രദ്ധ നേടി. കമല സുരയ്യയുടെ ജീവിതം ആസ്പദമാക്കി കമലിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ആമി എന്ന സിനിമയിൽ ടൊവിനോയും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായ ആ ചിത്രത്തെക്കുറിച്ച് ടൊവിനോ പറയുന്നത് ഇങ്ങനെയാണ്: മാധവിക്കുട്ടിയുടെ കൃതികൾ വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ അവരുടെ ആരാധകനായിരുന്നു. ആ ജീവിതം സിനിമയാക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമായിരുന്നു. പിന്നെ നിയോഗം പോലെ ആ ചിത്രത്തിലെ കൃഷ്ണവേഷം ചെയ്യാനുള്ള അവസരം എന്നെ തേടിയെത്തി. കുട്ടിക്കാലം മുതൽ ആരാധനയോടെ കണ്ടിരുന്ന താരമാണ് മഞ്ജു വാര്യർ. ആമിയിൽ അവർക്കൊപ്പം അഭിനയിക്കാൻ ചെന്നപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ അഭിനയിക്കുന്നവരെ കംഫർട്ടാക്കി അഭിനയിക്കുന്നതിൽ മഞ്ജു വാര്യർക്ക് പ്രത്യേകം എടുക്കുണ്ട്. ടൊവിനോ തോമസ് പങ്കുവച്ചു.